ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വാർത്തയെക്കുറിച്ചല്ല, മറിച്ച് ഒരു വലിയ മനസ്സിനെ കുറിച്ചാണ്. വെറും 10 മാസം മാത്രം പ്രായമുള്ള നമ്മളെ വിട്ടുപിരിഞ്ഞ ആലിൻ ഷെറിൻ എന്ന കുഞ്ഞു മാലാഖയെ കുറിച്ച്. ബ്രെയിൻ ഡെത്ത് സംഭവിച്ച തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ആ വേദനയ്ക്കിടയിലും മറ്റുള്ളവർക്ക് ജീവൻ നൽകാൻ തീരുമാനിച്ച ആ മാതാപിതാക്കൾ ഇന്ന് കേരളത്തിന് അഭിമാനമാണ്. ആ കുഞ്ഞിന്റെ ഓർമ്മയ്ക്കായി കോഴിക്കോട് ആരംഭിക്കുന്ന പ്രത്യേക അവയവദാന കേന്ദ്രത്തിന് ആലിൻ ഷെറിൻ എന്ന പേര് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഈ മാതൃകയെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. അവയവദാനത്തെക്കുറിച്ച് നമുക്കിടയിൽ ഇപ്പോഴും ഒരുപാട് സംശയങ്ങളുണ്ട്. ഇന്ത്യയിൽ അവയവദാനം നിയന്ത്രിക്കുന്നത് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് 1994 പ്രകാരമാണ്. കേരളത്തിൽ ഇത് നടപ്പാക്കുന്നത് KSUTO വഴിയാണ്. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ വഴിയാണ്. അവയവദാനം 2 രീതിയിലാണ്: ജീവിച്ചിരിക്കുമ്പോഴുള്ള ദാനവും മരണാനന്തര ദാനവും. മസ്തിഷ്ക മരണം അഥവാ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചവരിൽ നിന്ന് മാത്രമേ മരണാനന്തര അവയവദാനം നിയമപരമായി സാധ്യമാവുകയുള്ളൂ. ഇതിനായി സർക്കാർ അംഗീകരിച്ച 4 ഡോക്ടർമാരുടെ പാനൽ 2 തവണ പരിശോധന നടത്തി മരണം സ്ഥിരീകരിക്കണം. ബന്ധുക്കളല്ലാത്തവർ തമ്മിലുള്ള അവയവദാനത്തിന് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഓതറൈസേഷൻ കമ്മിറ്റിയുടെ അനുമതി നിർബന്ധമാണ്. അവയവദാനം എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. www.knos.org.in അല്ലെങ്കിൽ ksuto.kerala.gov.in സന്ദർശിക്കുക. വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്കൊരു ഡോണർ കാർഡ് ലഭിക്കും. നിങ്ങൾ കാർഡ് എടുത്താലും മരണശേഷം ബന്ധുക്കളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അവയവങ്ങൾ എടുക്കാൻ നിയമം അനുവദിക്കൂ. അതുകൊണ്ട് നിങ്ങളുടെ തീരുമാനം മുൻകൂട്ടി കുടുംബാംഗങ്ങളെ അറിയിക്കുക. സർക്കാർ വെയിറ്റിംഗ് ലിസ്റ്റ് പ്രകാരം അടിയന്തരമായി അവയവം ആവശ്യമുള്ളവർക്കാണ് മുൻഗണന ലഭിക്കുക. ആലിൻ ഷെറിൻ എന്ന കുഞ്ഞു മാലാഖ നമുക്ക് നൽകുന്നത് സ്നേഹത്തിന്റെ വലിയൊരു പാഠമാണ്. മരണശേഷവും ഒരാളിലൂടെ ജീവിക്കുക എന്നത് വലിയൊരു പുണ്യമാണ്. നമുക്ക് ആ കുടുംബത്തിന്റെ ദുഃഖത്തിലും പങ്കുചേരാം. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.